കെട്ടിട നിർമ്മാണ രംഗത്ത് കേരളത്തിൻ്റെത് മാത്രമായ ഒരു ശൈലിയുണ്ട്, നമ്മുടെ തനതായ വാസ്തുശാസ്ത്ര ശൈലി. 4 കെട്ട്, 8 കെട്ട്, 16 കെട്ട് എന്നൊക്കെ വിളിക്കപ്പെടുന്ന വീടുകൾ ആ വാസ്തുശാസ്ത്ര പ്രകാരം നിർമ്മിച്ചവയാണ്. നമ്മുടെ നാടിന് ഏറെ യോജിച്ചതെങ്കിലും 8 കെട്ടും 16 കെട്ടും പോലുള്ള വീടുകൾ ഇന്ന് നിർമ്മിക്കപ്പെടുന്നത് വളരെ അപൂർവമായിട്ടാണ്. എങ്കിലും ചിലയിടങ്ങളിൽ വിരളമായെങ്കിലും അത്തരം വീടുകൾ നിർമ്മിക്കപ്പെടുന്നുണ്ട്. വാസ്തുവിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നത് അത്തരത്തിൽ നിർമ്മിക്കപ്പെട്ട ഒരു 8 കെട്ട് വീടിന്റെ കാഴ്ചകളാണ്. കാണുക. നാല് കെട്ട്, 8 കെട്ട്, 16 കെട്ട് പോലുള്ള വീടുകൾ രൂപകൽപ്പന ചെയ്യുന്നതിലും നിർമ്മിക്കുന്നതിലും അസാമാന്യ പ്രാവീണ്യമുള്ള പ്രഗത്ഭ സിവിൽ എഞ്ചിനീയർ കല്ലേക്കുളങ്ങര കൊളത്തൂർ വാര്യത്ത് മോഹൻ വാര്യരാണ് ഇതിന്റെ രൂപകൽപ്പന ഒരുക്കിയത്. മനോഹരമായ ഈ 8 കെട്ട് മാളികയുടെ വിശദാംശങ്ങളാണ് വാസ്തുവിൽ ഇന്നാദ്യം കാണുക. മനോഹരമായൊരു കൊട്ടാരക്കെട്ടിനെ ഓർമ്മിപ്പിക്കുന്ന അതീവ സുന്ദരമായൊരു മാളിക. തമിഴക പ്രദേശമായ പൊള്ളാച്ചിക്ക് സമീപം ആനമല വെസ്റ്റ് സ്ട്രീറ്റിലാണ് 6500 സ്ക്വയർ ഫുട്ട് വിസ്തൃതിയുള്ള ഈ 8 കെട്ട് മന്ദിരം. കേരളത്തിന്റെ തനതു വാസ്തുവിദ്യ അനുസരിച്ച് തമിഴ്നാട്ടിൽ നിർമ്മിക്കപ്പെട്ട ഒരു വീട് കൂടിയാണിത്. 8 കെട്ട് വീടുകളുടെ സവിശേഷതയായ 2 നടുമുറ്റങ്ങൾ നൽകി നിർമ്മിച്ചൊരു വീട്. കേരളീയ വീടുകളുടെ പ്രത്യേകതയായ സ്ലോപ്പിംഗ് റൂഫ് പാറ്റേൺ, വിശാലമായ പൂമുഖം, മുൻവരാന്തകൾ എന്നിവയൊക്കെ ഈ വീടിനുമുണ്ട്. 4 കിടപ്പുമുറികൾ അടിസ്ഥാന സൗകര്യമാക്കി നിർമ്മിച്ച ഒരു വീട് കൂടിയാണിത്. ഒപ്പം ആധുനിക ഗൃഹങ്ങളുടെ പാർട്ടായ ലിവിംഗ് ഏരിയ, ഡൈനിങ് ഏരിയ, ഹോം തിയേറ്റർ റൂം, ബാർ റൂം തുടങ്ങിയവയും 2 സെക്ഷനായി നിർമ്മിച്ച സ്പേഷ്യസ് ആയ കിച്ചണുമുണ്ട്. ഒരു ശ്രീകോവിൽ മന്ദിരം എന്ന പോലെ പ്രത്യേകമായി നിർമ്മിച്ച ഒരു പൂജാമുറിയുമുണ്ട്. ഇങ്ങനെ പാരമ്പര്യ വാസ്തുകലയ്ക്കൊപ്പം മോഡേൺ ആർക്കിടെക്ചർ കൂടി ബ്ലെൻഡ് ചെയ്തുള്ള അതിമനോഹരമായൊരു പാർപ്പിട നിർമ്മിതിയാണ് ഇത്, ഒരു മോഡേൺ 8 കെട്ട്. പൊള്ളാച്ചിയിലെ പ്രമുഖ ഇറക്കുമതി വ്യവസായിയും ഭൂവുടമയുമായ റിട്ടയർഡ് മിലിറ്ററി മേജർ SKG രാമസ്വാമിയുടേതാണ് ഈ വീട്. മേജർ രാമസ്വാമി, ഭാര്യ കിഷോരി രഥിമാല, ഏകമകൾ ഐശ്വര്യ എന്നിവർ അവരുടെ ഡ്രീം ഹോമായി നിർമ്മിച്ചതാണ് ഏതാനും മാസങ്ങൾക്ക് മുൻപ് മാത്രം നിർമ്മാണം പൂർത്തിയായ ഈ വീട്. കേരളത്തിന്റെ തനത് പാർപ്പിടങ്ങളായ 4 കെട്ട്, 8 കെട്ട് എന്നിവയോട് പ്രത്യേക താല്പര്യമുള്ളയാളാണ് മേജർ രാമസ്വാമി. അതുകൊണ്ടാണ് സ്വന്തമായി വീട് നിർമ്മിച്ചപ്പോൾ ഒരു 8 കെട്ട് മതിയെന്ന് അദ്ദേഹം തീരുമാനിച്ചത്. ഒരു 8 കെട്ട് വീട് തമിഴ്നാട്ടിൽ നിർമ്മിക്കുമ്പോൾ അത് രൂപകൽപ്പന ചെയ്യുന്നത് ഇത്തരം വീടുകളുടെ രൂപകൽപ്പനയിൽ അതീവ പ്രാഗൽഭ്യമുള്ള ഒരാൾ തന്നെയാകണമെന്ന് മേജർ നിശ്ചയിച്ചിരുന്നു. അതിനുള്ള അന്വേഷണം എത്തിനിന്നത് ഇദ്ദേഹത്തിലാണ്. 4 കെട്ടും 8 കെട്ടും 16 കെട്ടും പോലെയുള്ള വീടുകൾ രൂപകൽപ്പന ചെയ്യുന്നതിൽ തന്റെ പ്രൊഫഷണൽ ലൈഫ് മുഴുവനായി തന്നെ മാറ്റിവെച്ച പ്രഗത്ഭ എഞ്ചിനീയർ കല്ലേക്കുളങ്ങര കൊളത്തൂർ വാര്യത്ത് മോഹൻ വാര്യർ. Actually, we wanted to construct an alukattu type of house, and we inquired many people who's a person who can do from Palghat who can do this type of house construction. From many sources we came to know that Mr. Mohan Warrier is number 1 in such type of construction. He is the best engineer, he is the best performer and very sincere and dedicated to his job. മേജർ രാമസ്വാമിക്ക് വേണ്ടി അങ്ങനെ KV മോഹൻ വാര്യർ നിർമ്മിച്ചതാണ് ഈ വീട്. കേരളത്തിന്റെ തനത് വാസ്തുവിദ്യാ ശൈലിയിൽ നിർമ്മിച്ച ഒരു വീട്. നിർമ്മിച്ചത് തമിഴ്നാട്ടിലായതിനാൽ തമിഴ്നാടിന്റെ വാസ്തുശൈലി കൂടി അല്പം ബ്ലെൻഡ് ചെയ്താണ് ശ്രീ മോഹൻ വാര്യർ ഇതിന് ഡിസൈൻ ഒരുക്കിയത്. കേരള വാസ്തുവിലെ സാധാരണ കിച്ചൺ അടുക്കള കൊടുക്കുന്നത് വടക്ക് കിഴക്കാണ്. എന്നാൽ തമിഴ്നാട്ടിൽ അത് തെക്ക് കിഴക്കാണ്. ആ ഒരു മാറ്റം ഒഴികെ ബാക്കിയെല്ലാം ഈ വീട്ടിൽ, ഈ 8 കെട്ടിൽ കേരളത്തിൻ്റെ പാരമ്പര്യമായ വാസ്തു കല ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. ഡിസൈൻ വൈസ് 4 കെട്ട് 8 കെട്ട് വീടുകളൊക്കെ ഒറ്റനില മന്ദിരങ്ങളാണ്. ആ ഡിസൈൻ പാറ്റേൺ തന്നെയാണ് ഈ വീടിന്റെ കാര്യത്തിലും പിന്തുടർന്നിരിക്കുന്നത്. സ്ലോപ്പിംഗ് റൂഫ് പാറ്റേണിലുള്ള ഒറ്റനില വീട്. പക്ഷേ
പല കെട്ടുകളുടെ റൂഫുകൾ നൽകുന്ന ബഹുസ്വരത ഈ വീടിന്റെ പ്രധാന ആകർഷണമാണ്. കേരളത്തിൽ നിന്നെത്തിച്ച ടൈലുകളാണ് റൂഫിൽ നിരത്തിയിരിക്കുന്നതും. കുറെ മുഖപ്പുകൾ, തൂവാനം, മുൻവരാന്ത, പൂമുഖം ഒക്കെയും ഈ വീടിന്റെ എക്സ്റ്റീരിയർ ബ്യൂട്ടി വർദ്ധിപ്പിക്കുന്നുണ്ട്. മുന്നിൽ തന്നെ ഒരു കാർ പോർച്ച്, അതിന്റെ എക്സ്റ്റൻഷൻ പോലെ പൂമുഖം, പൂമുഖത്തിന്റെ ഇരുവശങ്ങളിലേക്കുമായി വികസിക്കുന്ന വരാന്ത, ധാരാളം തൂണുകൾ. അങ്ങനെയാണ് ഈ വീടിന്റെ മുൻഭാഗം ഒരുക്കിയത്. കേരളീയ ഗ്രഹങ്ങളിൽ പൂമുഖത്ത് കാണാറുള്ള ചാരുപടി സീറ്റുകൾ പക്ഷെ ഇവിടെ ഒഴിവാക്കിയിട്ടുണ്ട്. പകരം ഒരു ആട്ടുകട്ടിലും ഏതാനും സീറ്റിംഗുകളുമാണ് ഇരിപ്പിടമായി ഒരുക്കിയത്. പൂമുഖത്ത് നിന്നാണ് വീട്ടിലേക്കുള്ള എൻട്രി. അതിനായി ഇരുപാളി കതകും ഒരുക്കിയിരിക്കുന്നു. വാതിൽ തുറന്നാൽ ആദ്യം ഒരു ലിവിംഗ് ഏരിയയാണ്. നടുവിൽ പാസേജ് ഇട്ട് വശങ്ങളിൽ ഇരിപ്പിടങ്ങൾ നൽകിയ ഒരു ലിവിംഗ് സ്പേസ്. ഇവിടുത്തെ ഫ്ലോറിംഗും ആകർഷകമാണ്. പാസേജ് ഏരിയയിൽ ഗ്ലാസ് ഫ്ലോറാണ്. അടിയിൽ ഒരു പിറ്റ് ഒരുക്കി അതിൽ പെബിൾസും നിരത്തിയിട്ടുണ്ട്. വശങ്ങളിൽ വുഡൻ ഫ്ലോറാണ്. നല്ല ഇരിപ്പിടങ്ങൾ, ജാലകവരികൾ എന്നിവയുമുണ്ട്. ഡബിൾ ഹൈറ്റ് ആണ് ലിവിംഗ് ഏരിയയ്ക്ക്. എക്സ്റ്റീരിയറിലെ ഈ ഉയർന്ന ഭാഗം ലിവിംഗ് ഏരിയയുടെ റൂഫാണ്. ലിവിംഗ് റൂം ഡബിൾ ഹൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നടുമുറ്റത്തു നിന്ന് വരുന്ന എയർ ഇതിൽ ഈ മുകളിൽ കൊടുത്തിരിക്കുന്ന വിൻഡോസ് കൂടെ പുറത്തേക്ക് പോവുകയാണ്. ഇവിടെ ചൂട് വളരെയധികം കുറയും. ഇവിടെ കൊടുത്തിരിക്കുന്ന ഫ്ലോറിങ് മിക്സഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്, ഒരു വെറൈറ്റി ആയിട്ട്. ഫർണിച്ചറൊക്കെ ഇരിക്കുന്ന ഏരിയയിൽ വുഡനും ആ പാസേജിൽ ഗ്ലാസും അതൊരു വെറൈറ്റി ആയിട്ട് തന്നെ ബബിൾസും കൊടുത്തിട്ടുണ്ട്. ഈ ലിവിംഗ് ഏരിയയ്ക്കപ്പുറം നടുമുറ്റ സ്ഥലമാണ്. വീട് നിർമ്മിക്കുന്ന സ്ഥലത്തെ 9 കളങ്ങളായി തിരിച്ച് അതിൽ ബ്രഹ്മസ്ഥാനമായി വരുന്ന ഇടത്താണ് നടുമുറ്റം നിർമ്മിക്കുക. ഇത് 8 കെട്ടായതിനാൽ 2 നടുമുറ്റം ഇവിടെയുണ്ട്. അതിലാദ്യത്തേത് ഇതാണ്. നല്ല കുഴിയങ്കണം, അതിൽ നിറച്ച പെബിൾസ്, തുറന്ന റൂഫ്, കുഴിയങ്കണത്തിന്റെ ഒരരികിൽ സ്ഥാപിച്ച ശ്രീബുദ്ധന്റെ ശില്പം. അങ്ങനെ ഏറെ മനോഹരമായാണ് ഈ 1-ാം നടുമുറ്റം ഒരുക്കിയത്. വശങ്ങളിലായി തൂണുകളുമുണ്ട്. മഴയും വെയിലും വീട്ടിനുള്ളിലേക്ക് കടന്നു വരും വിധം തന്നെയാണ് ഈ നടുമുറ്റം നിർമ്മിച്ചത്. ഈ വീടിൻ്റെ 1-ാമത്തെ നടുമുറ്റാണ്. ബ്രഹ്മസ്ഥാനം എന്നുള്ള സ്ഥലത്താണ് അത് ഡിസൈൻ ചെയ്ത് വരുന്നത്. പ്രകൃതിയായിട്ട് വളരെയധികം ഇണങ്ങിച്ചേരാൻ ഈ കോർട്ട്യാർഡിന് പറ്റും. നല്ല മഴ പെയ്യുമ്പോഴും വെളിച്ചം, എയർ ഇതെല്ലാം വീട്ടിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്ന ഈ കോർട്ട്യാർഡാണ്. പഞ്ചഭൂത നിർമ്മിതമായ വീട്ടിൽ സാധാരണ വീടും 8 കെട്ട് തമ്മിലുള്ളൊരു മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ, സ്പേസ്, ആകാശം, ഇതും ഈ വീടായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. മറ്റുള്ള വീടുകളിൽ അതില്ല. ഈ നടുമുറ്റത്തിനപ്പുറത്തെ പാസേജിന്റെ ഒരു വശം ചേർന്ന് ഒരു ഹോം തിയേറ്റർ റൂമാണ്. ഇപ്പുറത്തെ വശത്തായി പാരന്റ്സ് ബെഡ്റൂം. പാരമ്പര്യ ശൈലിയിൽ ഒരുക്കിയ വീടാണെങ്കിലും നവീന സൗകര്യങ്ങളൊന്നും ഈ വീടിന് അന്യമല്ല. അങ്ങനെ ഒരുക്കിയതാണ് ഈ ഹോം തിയേറ്റർ റൂം. റോളിംഗ് സ്ക്രീൻ, പ്രൊജക്ഷൻ ഫെസിലിറ്റി, നല്ല ഇരിപ്പിട സജ്ജീകരണങ്ങൾ എല്ലാമുള്ള ഒരു ഹോം തിയേറ്ററാണിത്. Preview. 8 കെട്ട് വീടാണെങ്കിലും ഒരു 4 ബെഡ് ഹൗസ് ആയാണ് ഇതിന്റെ രൂപകൽപ്പന. അതിലാദ്യത്തെ കിടപ്പറ ഇതാണ്. പാരന്റ്സ് ബെഡ്റൂം എന്ന കോൺസെപ്റ്റിലാണ് ഇതിന്റെ രൂപകൽപ്പന. വെൽ ഫർണിഷ്ഡ് ആയ ഒരു കിടപ്പറയാണിത്. സ്പേഷ്യസ് ആയ ബാത്റൂമുമുണ്ട്. ചുമരുകൾ പെയിന്റിങ്ങുകൾ കൊണ്ട് അലങ്കരിക്കുവാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ വീട്ടിലെ ഫോക്കൽ പോയിന്റായി വരുന്ന അടുത്ത ഇടം ഇതാണ്. ഡൈനിങ് ഏരിയ. ഡൈനിങ് സ്പേസിന്റെ ചുറ്റുമായി ഒട്ടേറെ സജ്ജീകരണങ്ങൾ ഇവിടെയുണ്ട്. അതിലൊന്നാണ് ഇത്, ഒരു കോമൺ ടോയ്ലറ്റ് റൂം. താൽക്കാലിക സന്ദർശകർക്കും മറ്റും
ഉപയോഗിക്കുവാൻ പാകത്തിൽ നിർമ്മിച്ചതാണ് ഇത്. ഡൈനിങ് ഏരിയയുടെ അഡ്ജസന്റായി തന്നെ നിർമ്മിച്ച ഈ മുറി ഒരു ബാർ റൂം എന്ന കോൺസെപ്റ്റിലാണ് ഒരുക്കിയത്. നല്ലൊരു ലൈബ്രറി അറേഞ്ച്മെന്റ് കൂടി ഇവിടെയുണ്ട്. ഈ വീടിനെ ഒരു മോഡേൺ വില്ലയാക്കുന്നതിൽ ഈ മുറിക്കും പങ്കുണ്ട്. ഡൈനിങ് ഏരിയ ഡിസൈൻ ചെയ്തത് ഫോർമൽ ഡൈനിങ് എന്ന കാഴ്ചപ്പാടിലാണ്. ഗസ്റ്റുകളുടെ സൗകര്യങ്ങൾ കൂടി കണക്കിലെടുത്തുള്ള ഒരു ഡൈനിങ് അറേഞ്ച്മെന്റ്. ഈ ഡൈനിങ് ഏരിയയുടെ തൊട്ടപ്പുറത്തായാണ് ഈ വീട്ടിലെ അടുത്ത നടുമുറ്റം. ഈ വീടിനെ 8 കെട്ടാക്കുന്നത് ഈ നടുമുറ്റത്തിന്റെ കൂടി ചുറ്റുമായി ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയതുകൊണ്ടാണ്. ഒരു ഓപ്പൺ കോർട്ട്യാർഡ് എന്ന് തന്നെ പറയാം. ഈ വീടിൻ്റെ രണ്ടാമത്തെ കോർട്ട്യാർഡാണ് ഇത്. ഇവിടെ 2 കോർട്ട്യാർഡ് വരാൻ കാരണം ഇതൊരു 8 കെട്ടായത് കാരണമാണ്. ഈ കോർട്ട്യാർഡിൻ്റെ ഉള്ളിൽ ഈ പൂജാ റൂം ഒരു ശ്രീകോവിൽ പോലെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നോൺ വെജ് വയ്ക്കുകയാണെങ്കിലും ഇത് വീട്ടിൽ നിന്ന് മാറിയിട്ടാണ് അത് നിൽക്കുന്നത്. പൂജാ റൂം വേറൊരു കോർട്ട്യാർഡിൻ്റെ ഉള്ളിൽ ഇതാണ് ഇതിൻ്റെ പുതുമ. ഒരു പൂജാമുറി, പക്ഷെ വീടിന്റെ ടോട്ടൽ ഡിസൈനുമായി കണക്ട് ചെയ്യാതെ അത് സെപ്പറേറ്റ് ആയി തന്നെ നിർത്തിയിരിക്കുന്നു. അതിനാൽ ഒരു ക്ഷേത്ര ശ്രീകോവിലിന്റെ സൗകര്യം തന്നെ ഈ പൂജാമുറിക്ക് നൽകുവാനായി വാസ്തുസ്ഥാനങ്ങൾ നിശ്ചയിച്ചു തന്നെയാണ് നിർമ്മിച്ചതും. ഈ വീട്ടിലെ അടുത്ത ഇടം ഇതാണ്, കിച്ചൺ. ഡൈനിങ്ങുമായി പ്രോക്സിമിറ്റി നൽകുകയും എന്നാൽ നല്ല പ്രൈവസി ഉറപ്പുവരുത്തുകയും ചെയ്ത കിച്ചൺ. 8 കെട്ട് എന്ന പാരമ്പര്യ രീതിയിലാണ് വീടിന്റെ നിർമ്മാണമെങ്കിലും കിച്ചന്റെ ഫർണിഷിംഗ് ഒരു മോഡേൺ വില്ലയ്ക്ക് ചേർന്ന വിധമാണ്. തമിഴ്നാട് വാസ്തുപ്രകാരമാണ് സ്ഥാനം കണ്ടത്. ഐലൻഡ് ഷേപ്പിൽ നിർമ്മിച്ച കിച്ചൺ, അരികിലായി ഹോം ഡൈനിങ്ങിന് പറ്റിയ ഒരു അറേഞ്ച്മെന്റ്. ഇത്രയും കൂടി അടുക്കളയുടെ പ്രത്യേകതയാണ്. ഈ വീടിന്റെ ഡിസൈനിന് മറ്റൊരു പ്രത്യേകതയുമുണ്ട്. ഒറ്റ നില വീടെന്ന് തോന്നുമെങ്കിലും 3 ഫ്ലോർ ലെവലിലാണ് ഇതിന്റെ രൂപകൽപ്പന. സിറ്റ് ഔട്ട് ലിവിംഗ്, നടുമുറ്റം, ഡൈനിങ്, കിച്ചൺ, പാരന്റ്സ് ബെഡ്റൂം എന്നിവയൊക്കെ ഒരു ലെവലിലാണ്. അതിൽ നിന്ന് ഏതാനും സ്റ്റെപ്പുകൾ താഴെയായി ഒരു ഫ്ലോർ ലെവൽ കൂടിയുണ്ട് ഇവിടെ. ഇവിടുത്തെ ഗസ്റ്റ് ബെഡ്റൂം ആ ഫ്ലോറിലാണ്. അതാണിത്. വളരെ മനോഹരമായി ഫർണിഷ് ചെയ്ത ഒരു കിടപ്പറ, ബാത്ത് അറ്റാച്ച്ഡ് ഫെസിലിറ്റി, ഡ്രസ്സിംഗ് ഏരിയ എന്നിവയൊക്കെ ഇതിന്റെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നുണ്ട്. ഈ വീട്ടിലെ 3ാമത്തെ ഫ്ലോർ ലെവലിലേക്കുള്ള എൻട്രി ഡൈനിങ്ങിന് തൊട്ടപ്പുറത്തു നിന്നാണ്. ഗ്ലാസ് സ്റ്റെപ്പുകൾ നൽകിയുള്ള സ്റ്റെയർകേസ്. അത് കയറിയെത്തുന്ന ലെവലിൽ 2 കിടപ്പറകളാണ് ഇവിടെ. അതിലൊന്ന് ഇതാണ്, മാസ്റ്റർ ബെഡ്റൂമായി ഡിസൈൻ ചെയ്ത മുറി. വളരെ സ്പേഷ്യസ് ആയ മുറിയാണ്. ഒരു വശത്ത് ബെഡിന് പൊസിഷൻ നൽകുകയും തൊട്ടിപ്പുറം സീറ്റിംഗ് അറേഞ്ച്മെന്റ് നൽകുകയും ഒരുക്കിയിരിക്കുന്ന വിശാലമായ കിടപ്പറ. ബേ വിൻഡോകളാണ് ഇവിടെ. വുഡൻ ഫ്ലോറിംഗ്, പ്രത്യേക വാൾപേപ്പർ പതിച്ച ചുമാർ, അതിവിശാലമായ ബാത്റൂം, വാക്ക് ഇൻ വാർഡ്രോബ് എന്നിവയൊക്കെ ഈ കിടപ്പറയെ കൂടുതൽ സൗകര്യപ്രദമാക്കുന്നുണ്ട്. ഇവിടുത്തെ അടുത്ത കിടപ്പറയും ഇതേ ഫ്ലോർ ലെവലിലാണ്. അതാണ് ഇത്. ഒരു മാസ്റ്റർ ബെഡ്റൂമിനോളം പോന്ന സൗകര്യങ്ങളോടെയാണ് ഇതിന്റെ രൂപകൽപ്പനയും ഫർണിഷിങ്ങും. കിടപ്പറകളുടെ സ്ഥാനം തിരഞ്ഞെടുത്തതിലും വാസ്തുസ്ഥാനം ശ്രദ്ധിച്ചിട്ടുണ്ട്. ആർക്കിടെക്ചറലായി വളരെയധികം പ്രത്യേകതകളുള്ള ഒരു വീട്. അതുകൊണ്ട് തന്നെ പൊള്ളാച്ചിയിലെത്തുന്ന ഒട്ടേറെ ഷൂട്ടിംഗ് സംഘങ്ങൾ ഈ വീട് ചിത്രീകരണത്തിനായി ഉപയോഗിച്ചിട്ടുണ്ട്. തെന്നിന്ത്യൻ സിനിമയിലെ പ്രമുഖ താരങ്ങൾ പലരും ഇവിടെ അന്തിയുറങ്ങിയിട്ടുമുണ്ട്. രാമസ്വാമിയെ പോലെയുള്ള മുതിർന്ന തലമുറയിൽപ്പെട്ടവർക്ക് മാത്രമല്ല, ലണ്ടനിലും മറ്റും വിദ്യാഭ്യാസം നേടിയ അദ്ദേഹത്തിന്റെ മകൾക്കും ഈ വീട് പ്രിയങ്കരം തന്നെ. മനോഹരമായ ഒരു വാസ്തുനിർമ്മിതി. ഈ 8 കെട്ടിനെ അങ്ങനെ വിശേഷിപ്പിക്കാം. കേരളത്തിന്റെ വാസ്തുകലാ മികവിന്റെ പ്രതീകമായി നമ്മുടെ അയൽ സംസ്ഥാനത്ത് നിലകൊള്ളുന്നു എന്നതും ഈ വീടിന്റെ പ്രസക്തിയേറ്റുന്നു.